എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കാരവൻ ഫാമിലി ട്രിപ്പായ സിക്കിം മേഘാലയ യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് സിക്കിമിൻ്റെ തലസ്ഥാനമായ ഗാംഗ്ടോക്കിലാണ്. പുത്തൻ ട്രാവലിൻ്റെ സിക്കിം മേഘാലയ യാത്രയിലെ സിക്കിമിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളുള്ളത് സിക്കിമിലാണ് ഉള്ളത്. ഈ വണ്ടി നടത്തിയിട്ട് ഇവിടെയാണ് നമ്മൾ നടന്നതാണ്. ഈ വണ്ടി ബ്ലോക്കാണ്. അതിന്റെ വേടൊക്കെ ഊപ്പുറത്ത് റെഡിയായി. രാവിലെ നല്ല മഴയും മഞ്ഞും തണുപ്പും ഒക്കെയാണ്. അപ്പോൾ ഇന്നിവിടെ ടൗണിൽ ഇറങ്ങാൻ വേണ്ടി നമ്മൾ ഈ ഇക്കോയിലാണ് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഗ്യാസ് ഇന്നലെ തീർന്നു പോയിരുന്നല്ലോ, ഗ്യാസ് കൂടെ കിട്ടുമെന്ന് നോക്കണം. ഗ്യാസ് കുറ്റി കാലിക്കുറ്റിയൊക്കെ കയറ്റി വെച്ചു. ഇതെല്ലാം ലോറി പാർക്ക് ചെയ്യുന്ന ഏരിയയാണ്. ഇവിടെ നല്ല വീതി ഉണ്ടായിരുന്നു നമ്മൾ ആ വണ്ടി ഇട്ടതിനെക്കാട്ടിലും ഈ വഴിക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്, ബെഞ്ചാക്രി വാട്ടർഫോൾ. അപ്പോൾ നമുക്ക് ആദ്യം വാട്ടർഫോൾ കാണാൻ വേണ്ടി പോവാം. വാട്ടർഫോൾ കണ്ടിട്ട് നമുക്ക് അടുത്ത ടൗണിലേക്ക് ടോപ്പിലേക്ക് പോവാം. ഇതാരെ പുതിയ ഒരാൾ, ആളെ മനസ്സിലായില്ല. ആണോ? മലയാളിയാണോ? മലയാളം പറയുന്ന മണിപ്പൂരി അല്ലേ? സിക്കിമിലെ കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ടുകൾ അവിടെ കൊടുത്തേക്കുന്ന. അതിൽ നമ്മൾ സോമോയിലേക്ക് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തേക്കുന്ന. പിന്നെ സിക്കിമിൻ്റെ സ്റ്റേറ്റ് ആനിമൽ റെഡ് പാൻഡ. ഇവിടെ ബഞ്ചാരി വാട്ടർഫോൾസ് കാണാൻ വേണ്ടി എൻട്രി ഫീ വരുന്നത് അഡൽട്ടിന് 100 രൂപയാണ്. പിന്നെ ലോക്കൽ ഇവിടെയുള്ള സിക്കിമുള്ള ആൾക്കാർക്ക് 70 രൂപ. പിന്നെ സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻ്റ് ID കാണിക്കുകയാണെങ്കിൽ 50 രൂപ വരുന്നത്. പിന്നെ ഡ്രോൺ ഷൂട്ട്, മാരേജ് ഷൂട്ട് അങ്ങനെയുള്ള ഷൂട്ടുകൾക്കൊക്കെ സെപ്പറേറ്റ് ചാർജാണ്. ഡ്രോണിനൊക്കെ 1000 രൂപ വരും. 2 ഏക്കറിലായിട്ട് പരന്നു കിടക്കുന്ന ഒരു പാർക്ക് ഇത്. അപ്പോൾ ഇതിനകത്താണ് വാട്ടർഫോൾസും. രാവിലെ തൊട്ട് നല്ല മഴയും മഞ്ഞുമായിരുന്നു. ഇപ്പോഴേക്കാലും ഇച്ചിരി തോർന്നു, മഴയൊക്കെ തോർന്നു, മഞ്ഞൊക്കെ മാറി വരുന്നുണ്ട്. ഇതാണ് ബെഞ്ചാക്രി വാട്ടർഫോൾസ്. 100 അടി ഹൈറ്റേ ഉള്ളൂ ഇതിന്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. സ്കൈ ട്രാക്കിംഗ്, സിപ്പ് ലൈൻ, റോക്ക് ക്ലൈമ്പിംഗ്, കേവ് എക്സ്പ്ലോറിംഗ്, അങ്ങനെ ഇഷ്ടംപോലെ ആക്ടിവിറ്റികളുണ്ട്. ഇവിടെ ഗോത്ര ജീവിതത്തെ പ്രതിനിധീകരിക്കുന്ന രീതിയിലുള്ള ശില്പങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു ചെറിയൊരു ഗുഹയാണ്. ഇതിനകത്ത് ചെറിയൊരു ക്ഷേത്രമാണ്. ഇതും അതുപോലത്തെ ശില്പങ്ങളാണ്. ഇവിടെ ഈ കൈവരി കെട്ടിയേക്കുന്നത് അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ചെറിയൊരു ഗുഹയാണ്. അതാണ് ഇവിടുത്തെ കേവ് എക്സ്പ്ലോറിംഗ്. ഇതുവഴി ചെന്നിട്ട് ആ വാട്ടർഫോളിൻ്റെ അടുത്ത് അവിടെ അതിൻ്റെ എക്സിറ്റ് ഉണ്ട്. ഇതേ സിപ്പ് ലൈൻ ഉണ്ട്. അപ്പം ഇവിടെ റോക്ക് ക്ലൈമ്പിംഗ് ഉണ്ട്. ഈ പാറയാണ് നമ്മൾ കയറേണ്ടത്. അത് എക്സ്പീരിയൻസ് റോക്ക് ക്ലൈമ്പിങ്ങിൻ്റെ. ഇവിടെ നമ്മൾ കയറുന്ന അനുസരിച്ച് ഒരാൾ അവിടെ ടൈറ്റ് ചെയ്യുന്നുണ്ട് ആ റോപ്പ്. ഇതുവഴി ഇങ്ങനെ കയറിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടി ഈ ബ്ലാക്ക് കയർ ഇട്ടേക്കുന്ന വഴി ഇറങ്ങി ഇങ്ങി വരും. പിടിച്ചിങ്ങി ഇറങ്ങും. ആ ഗുഹയ്ക്കകത്തൂടെ കയറി പോവുകയാണെങ്കിൽ പാപങ്ങളൊക്കെ തീരുവെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതങ്ങനെ ചെറിയ ഗുഹയായിരിക്കും. ഒട്ടക്കണക്കിന് പാപം ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതിനകത്തൂടെ കയറണ ഇച്ചിരി പാടാ. അതൊക്കെ ഒരു തന്നെ തീർന്നു പോക്കോളും പാവങ്ങള്. അപ്പൊ ആർക്കെങ്കിലും കയറണോ? അതെ, പാവം ചെയ്തവർക്ക് കയറാം. മഹാഭാവം ഒന്നും ചെയ്തിട്ടില്ല. അല്ല, ആ ഗുഹയെ കൂടെ കയറിയാൽ ഇത് എവിടെ വന്ന് നിൽക്കാം. പിള്ളേർക്കൊക്കെ വന്നാൽ നല്ല രസമാണ്. നേപ്പാളി ഭാഷയിൽ ബെന്ന് പറഞ്ഞാൽ കാടെന്നും ജാക്രി എന്ന് പറഞ്ഞാൽ പരമ്പരാഗത വൈദ്യനുമാണ് അർത്ഥം. കാട്ടിലെ ആത്മാക്കളെ ആരാധിക്കുന്ന ബെഞ്ചാക്രി എന്ന ഐതിഹ്യ കഥാപാത്രത്തോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ വാട്ടർഫോൾസിന് ബെഞ്ചാക്രി എന്ന പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ 2 പേരും ഇവിടെ സിപ്പ് ലൈനിൽ പോകണമെന്ന് പറഞ്ഞ വേളമായിരുന്നു. നമ്മുടെ ദാമിനെയും കുഞ്ഞിക്കളേനും അവിടെ സിപ്പ് ലൈനിൽ കയറ്റിയിട്ട് വരാം. ഒരാൾക്ക് 200 രൂപ. മേളിലാ, ഇവിടുന്ന് മേളിലോട്ട് കയറി. ആഹാ, നല്ല രസം. പേടിച്ച് വേണമല്ലോ അതെ കൂടെ നടക്കാൻ. പോവല്ലോ എന്നാണേലും ബെൽറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. ആ കൊച്ചുണ്ടോ നല്ലപോലെ അല്ലേ? വളരെ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ഉണ്ടോ? അതും ഇതും വ്യത്യാസമുണ്ട്. അല്ല, ഞാൻ പറയാം, അത് ചെറുക്കൻ കൊച്ചിനെ അതേ കയറാൻ പോയി. അവനങ്ങനെ തോറ്റ് പിന്മാറത്തൊന്നും ഇല്ല. ഇല്ലല്ലോ. അതെന്നാന്നറിയോ, ഒരു കുഴപ്പമില്ല, ചെറിയൊരു ആ നിൽക്കുന്നിടത്ത് എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാ ആ നിൽക്കുന്നിടത്ത് തന്നെ അടുത്തടുത്ത് കാലെടുത്ത് വെച്ചങ്ങ് പോകണ അത്ര പ്രശ്നമില്ല. പെങ്കൊച്ചിനേക്കാളും അവൻ ഇച്ചിരി വെയിറ്റ് ഉണ്ട്, ബോഡി വെയിറ്റ് കൂടുതലുണ്ട്. അതുകൊണ്ടായിരിക്കും നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അല്ല, അതുകൊണ്ട് തന്നെ ഇച്ചിരി പിടിച്ചാ കാലെടുത്ത് വയ്ക്കുന്നത്. അതുകൊണ്ടാ കുറച്ച് 1-2 പ്രാവശ്യം ആയി കഴിയുമ്പോൾ ബാലൻസ് ആയിക്കോളും. അടുത്താണ് കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് കാലെടുത്ത് വയ്ക്കുകയാണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. ദാമിക്കുട്ടി പോകുന്നത് ധൈര്യമല്ല, പേടിയൊക്കെ പോയല്ലോ. കുഞ്ഞിക്കിളി
കാശി കിട്ടാണ്ട് അറിയത്തില്ല. ഇവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുടെ സ്റ്റാച്ചു ഇതിവിടെ വെറുതെ വന്നിരിക്കാനൊക്കെ ആയിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഇവിടുത്തെ ഒരു സ്റ്റൈലിൽ നല്ല രസമാണ് കാണാൻ. നല്ല കളർഫുള്ള്. ഇവിടെ ഇതേ ഒരു ആർട്ടിഫിഷ്യൽ ലേക്കുണ്ട്, ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ നടുക്കൊരു ഡ്രാഗൻ്റെ സ്റ്റാച്ചു ഉണ്ട്. വാട്ടർഫോളിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് ചെറിയ കഫേയും റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോഴേ ഇന്ന് നമ്മുടെ സാരഥി ശേഖർ ഭായി. അപ്പോൾ ഇതൊക്കെ സിക്കിം जी मैं सिक्किम का शेखर शर्मा मेरा नाम ഗാണ്ടോക്കായി. സ്റ്റാലിൻ്റെ പുറകെ കണ്ടോ കുറേ ചെയിന്, അതാ സ്നോ ചെയിനാ, ടയറിൽ ഇടുന്ന ചെയിനാ. വീണ്ടും മഞ്ഞിറങ്ങി കേട്ടോ. സമയം 1:30 അപ്പോൾ നമുക്ക് കാഴ്ചകളെല്ലാം മിസ്സാവും. ഇത് കണ്ടോ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായതാ. പാറയായിരുന്നു മൊത്തം, പക്ഷേ മൊത്തം അങ്ങ് ഇടിഞ്ഞു പോകുന്നു. അയ്യോ എന്നാ വലിയ പാറക്കെട്ടലുകളാണെന്ന് നോക്കി. നമ്മൾ ഇന്നലെ വന്നിടത്ത് നിന്ന് ഇങ്ങോട്ട് മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഇവിടെ വണ്ടിയിലായിരുന്നു. അതാ അവർ പറഞ്ഞ് 2-3 കിലോമീറ്ററോടെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ താഷി വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ എത്തി. അപ്പോൾ അതിൽ മുകളിലേക്ക് കുറച്ച് നടന്ന് കയറി പോകണം. മുകളിൽ നിന്നാൽ കാഞ്ചൻജംഗയൊക്കെ കാണാമെന്നാണ് പറഞ്ഞത്. പക്ഷേ കാലാവസ്ഥ വളരെ മോശമാണ്. എല്ലായിടത്തോട്ടും കുറച്ച് ദൂരമേ ഉള്ളൂ, പക്ഷേ ഭയങ്കര ട്രാഫിക്കാണ്. നാദുല 54 കിലോമീറ്റർ, ഗാൻഡോക്ക് 6 കിലോമീറ്റർ, ചുങ്താങ് 80 കിലോമീറ്റർ, സിലിഗുരി 129 കിലോമീറ്റർ. ശരിക്കും നാദുലേക്ക് 54 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ നാദുലെ പോകുന്നതിന് ഇപ്പോൾ ഭയങ്കര തിരക്കായതുകൊണ്ട് ഭയങ്കര ചാർജാണ്. 9,000 രൂപ മുതൽ 12,000 രൂപ വരെ മേടിക്കും. 9,000-നൊന്നും ഇപ്പം വണ്ടിയില്ല, 11 രൂപയൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. പാം മുകളിലേക്ക് കയറാം. മഞ്ഞായതുകൊണ്ടേ മുകളിൽ ചെന്നൊന്നും കാണത്തില്ലെന്ന് പറഞ്ഞ് കുഞ്ഞിക്കിളിയല്ല മുത്തും അച്ഛമ്മയും ദാമിക്കുട്ടിയും കൂടെ താഴെ നിന്നു. അവിടെ ഒന്ന് ഡാൻസ് കളിക്കാവോ ഇതുപോലെ? ഇല്ല. അതിനെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ ഡ്രസ്സ് ഇട്ട് കണ്ടോ? വേണ്ട. ആ ചേച്ചി കണ്ടോ നല്ല ഡാൻസ് കളിക്കുന്നത്. അടിപൊളി വ്യൂ പോയിന്റ് ആയിരുന്നു, പക്ഷേ മഞ്ഞ് കാരണം നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. മഞ്ഞിങ്ങനെ കയറി വരുമോ നോക്കി. എന്നാ മഞ്ഞാന്ന് നോക്കി. ഇതാരാന്നറിയാ? എന്റെ മുമ്പിൽ കൂടെ പോയിട്ട് മനസ്സിലായില്ല. നല്ലപോലെ ചേരുന്നുണ്ട് കേട്ടോ. അല്ലേ ഞാൻ ശ്രദ്ധിച്ചില്ല. ഹലോ, കാണാറുണ്ട് വീഡിയോസ്. എവിടുന്നാ? കേരളത്തിലെ എവിടാ? കൊച്ചി. നിങ്ങൾ കുറെ പേരുണ്ടല്ലോ. 7 പേരോ? പാപ്പി ഹായ്. ഇതൊക്കെ പരിചയപ്പെട്ടില്ല. പിന്നെ ഞങ്ങള് മലയാളം പറയാനായിട്ട് നോക്കിയത്. ആണോ? അന്നേരം ഞങ്ങളെ കണ്ടേ. വണ്ടിയാണോ? വണ്ടിയുണ്ട്. ക്യാരവനുണ്ട്. ഫോട്ടോ എടുത്ത് ഇവിടെ തകർക്കുക നോക്കി. സിക്കിമിലെ രാജാവായിരുന്ന താഷി നംഗ്യാൽ നിർമ്മിച്ച ഒരു വ്യൂ പോയിന്റ് ആയത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ വന്നാൽ കാഞ്ചൻജംഗയുടെ നല്ല വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. നല്ല സൂര്യനൊക്കെ ഉദിച്ച് വരുമ്പോൾ നല്ല രസം, നല്ല സ്വർണ്ണ കളറിലിരിക്കും. പക്ഷേ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇനി അത് കാണാൻ വേറൊരു സമയത്ത് വരാം. പിന്നെ അത് മാറുണ്ടായിരുന്നു, അത് കൊണ്ടുവരാം. അത് നല്ല ചേരുന്നുണ്ട് കേട്ടോ. ചേട്ടാ അത് മേടിച്ചോളാൻ മേലായിരുന്നു, അത് ചേരുന്നുണ്ടായിരുന്നു നല്ലപോലെ. പക്ഷെ അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവര് പിടിക്കും. അതിനാ അല്ല അതും കൊണ്ട് പോയാൽ പിടിക്കും. അതെ, പൈസ കൊടുത്ത് മേടിക്കണം. ഇത് മിക്സാ, എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. പിന്നെ അതെ അവരിത് ഡ്രാഗൺ ഫ്രൂട്ട് മാത്രം മേടിച്ചു. എല്ലാ ഫ്രൂട്ട്സും ഒന്നും ഇല്ല, 3-4 ഐറ്റം ഉള്ളൂ. ഇവിടെ ഉള്ള എല്ലാ ഫ്രൂട്ട്സും ഇവിടെ ഇപ്പോൾ തൽക്കാലം ഉള്ളത് പേരയ്ക്ക, തണ്ണിമത്തൻ, ഓറഞ്ച്, കുക്കുംബർ, ഇതൊക്കെ ഉള്ളൂ. ഇത് ആർമി ഗിഫ്റ്റ് ഷോപ്പ്, മെമ്മറീസ് ഓഫ് സിക്കിം മറ്റ് അഫോർഡബിൾ പ്രൈസ്. കുറച്ച് പേര് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്, നമുക്കും കൂടെ കയറി നോക്കാം. ഇതുണ്ട്, ആ കൃഷ്ണൻ്റെയും രാധയുടെയൊക്കെ പെയിൻറ്റിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ ബുദ്ധൻ്റെ പെയിൻറ്റിങ്സ് ഉണ്ട്. അത് തുണിയിലാണ് പെയിൻറ്റ് ചെയ്തേക്കുന്നത്. ഇന്ന് തങ്ക എന്നാണ് പറയുന്നത്, തങ്ക പെയിൻറ്റിങ്സ്. എന്ത് മലനിരകളാന്ന് കണ്ടോ നോക്കിയേ. ഇപ്പം കോടമഞ്ഞ് മൂടിയേക്കും. മഞ്ഞ് ശകലം കുറഞ്ഞു മുമ്പത്തേക്കാട്ടിൽ. ഇത് അടുത്ത ഇവിടുത്തെ ഒരു വാട്ടർഫാളാണ് ഇത്. വേണ്ടോ? ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ കണ്ടതാണ് ലാസ വാട്ടർഫാൾസ്. അല്ല, ഒരു മൊബൈൽ റെസ്റ്റോറൻ്റ് ഉണ്ട്. പ്ലാന്റ് കൺസർവേറ്ററി, ഇതൊക്കെ ഒത്തിരി സസ്യങ്ങളൊക്കെ ഉണ്ട്. ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബുൾബുലൈ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ഓർഗാനിക് വില്ലേജ് കണ്ടിട്ട് വരാം. റോഡിൽ നിന്ന് താഴോട്ട് ശാല ഇറങ്ങിപ്പോണം. എവിടെ ഒന്ന് നോക്കിയാലേ മലനിരകളുടെ ഭംഗി ആസ്വദിക്കാം. അതുകൊണ്ട് ആ മഞ്ഞ് ഇടയ്ക്ക് മാത്രം കുറച്ച് ഇറങ്ങി കിടക്കുന്നത്. പിന്നെ കട്ടിക്കല്ലേ. ഇവിടെ ഓർഗാനിക് വില്ലേജ് ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ. നമ്മളോട് ഡ്രൈവർ പറഞ്ഞു ഇവിടെ ഓർഗാനിക് വില്ലേജ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് നോക്കിയാൽ ഇങ്ങനെ മലകൾ കാണാം. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ കാഞ്ചൻജംഗ കാണാം. ഇപ്പം മഞ്ഞൾ, അതെ, ഇപ്പം മഞ്ഞളുള്ളതുകൊണ്ട് അത് കാണത്തുമില്ല. അപ്പം ഉള്ള സമയത്ത് നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയാൽ ഓർഗാനിക് വില്ലേജ് എന്ന് കേട്ടപ്പോൾ ഞാൻ ഓർത്ത് എല്ലാ ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങളും ഇവിടെ കാണും, കൃഷിയൊക്കെ കാണുമെന്ന് ഓർത്തുണ്ടാ ചാടി ഇറങ്ങി വന്നത്. കുറെ കടകളുണ്ട് ഇവിടെ. അവിടെ ഒരു ഓർഗാനിക് പച്ചക്കറി കടയുണ്ട്. അതും അധികം ഒന്നുമില്ല, ഒരെണ്ണേ ഉള്ളൂ. ഓർഗാനിക് സ്റ്റാൾ.
അതായത് നമ്മുടെ ഡ്രൈവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഓർഗാനിക് കൃഷി സ്റ്റാർട്ട് ചെയ്തേ അവിടുന്നാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം വരുമ്പോൾ ടൂറിസ്റ്റുകളെല്ലാം ഓർഗാനിക് വില്ലേജ് എന്നും പറഞ്ഞ് അന്ന് ഇങ്ങനെ ഇത് പറഞ്ഞു പോയി അങ്ങനെ വരുന്നുള്ളൂ. അവിടെ ഇപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ കടകളൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ അവിടെ നിന്ന് പിന്നെ ഒരു സ്റ്റാളുണ്ടല്ലോ പച്ചക്കറിയുടെയൊക്കെ. അപ്പം അങ്ങനെ അവിടെ ഒരു എന്തെങ്കിലും കടയിൽ നിന്ന് എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കും. അതുകൊണ്ട് അങ്ങനെ അതിന് ഓർഗാനിക് വില്ലേജ് എന്ന് പറയുന്നതേ ഉള്ളൂ. ഗണേഷ് ടോക്ക്, ഇവിടെ ഒരു ഗണേഷ് മന്ദിറുണ്ട്. അവിടെ മുകളിൽ കയറിയാലും നല്ലൊരു വ്യൂ പോയിന്റാണ്. കാഞ്ചൻജംഗ കാണാം. എന്നാ തിരക്കാന്ന് നോക്കിയേ, ഭയങ്കര ട്രാഫിക്കാണ്. ഈ മുകളിലേക്കുള്ള വഴിയാണ് നമുക്ക് നാദിലാപ്പാസ് പോകേണ്ടത് നാളെ. ഇവിടുത്തെ വഴികളെല്ലാം ഇതുപോലെ ചെറിയ വഴികളാണ്. മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ചെറിയ വഴികളാണ്. ഈ വഴിയുണ്ടോ, ഒരു മല ഇറങ്ങിച്ചില്ലേ നമ്മൾ എന്ന് പറഞ്ഞാൽ ചെറിയ വീതി കുറഞ്ഞ വഴിയും അതുപോലെ വളവുകൾ നോക്കിയേ കണ്ടോ. വൺ വേ ഇത്. വൺ വേയാ. ഇതിലേ ചെന്നാലും ട്രാഫിക്, താഴെ ഭയങ്കര ട്രാഫിക് ജാമാണ്. ഇതിവിടുത്തെ ചെറിയൊരു ഗ്രാമമാണ്. എല്ലാം ചെറിയ ചെറിയ വീടുകളുണ്ടോ ഈ കുന്നിൻ ചെരുവിൽ. എൻചെ മൊണാസ്ട്രി, ഇതിവിടുത്തെ ഒത്തിരി പഴക്കം ചെന്നൊരു ബുദ്ധമത ആരാധനാലയമാണ്. ഇതേ ഈ മുകളിൽ കാണുന്നതാണ് സിക്കിം CMന്റെ ബംഗ്ലാവാണ്. എത്ര കളറാന്ന് നോക്കിയേ പൂക്കള്, ഒരേ പൂക്കള് തന്നെ. ഈ റോഡ് സൈഡ് മൊത്തം ഉണ്ട്, ഇതുണ്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനാണ് ഗാങ്ടോക്കിലെ റിഡ്സ് പാർക്ക്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കുറേ നഴ്സറി ഉണ്ട്, ചെടികളുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. നമുക്ക് അത് കാണാൻ പോകാം. അപ്പോൾ ഇത് ഈ റിഡ്സ് പാർക്കിലെ ഒരു സ്റ്റാച്ചു ആണ്. അപ്പം ഇത് 4 ഹാർമോണിയസ് ഫ്രണ്ട്സ്, 4 യോജിപ്പുള്ള കൂട്ടുകാരെന്നുള്ള ഒരു സിംബലൈസ് ചെയ്താണ് ഈ സ്റ്റാച്ചു ഇവിടെ പണിതിരിക്കുന്നത്. ഈ സ്റ്റാച്ചു ഒരു ട്രഡീഷണൽ ബുദ്ധിസ്റ്റ് സ്റ്റോറീനെ ബേസ് ചെയ്തിട്ടുള്ള, അതിൽ ആന, കുരങ്ങൻ, മുയൽ, പക്ഷി, അങ്ങനെ 4 പേരാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് ഈ പാർക്കിലെ റെസ്റ്റ് ഏരിയ ആണ്. ഇത് ഇവിടുത്തെ ട്രഡീഷണൽ സ്റ്റൈലിലാണ് ഇത് പണിതേക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്. ആ കളർഫുൾ അതിൻ്റെ പെയിൻറ്റിങ്സ് ഒക്കെ ഭയങ്കര രസമാണ്. സ്വർണ്ണ ജയന്തി മൈത്രിയ മഞ്ജരി എന്ന പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാർക്ക് നവീകരിച്ചിരിക്കുന്നത്. സിക്കിം എന്ന സ്റ്റേറ്റ് രൂപം കൊണ്ടതിൻ്റെ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ് ഈ പ്രോജക്റ്റ് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു കൾച്ചറൽ സ്റ്റൈലിലുള്ളൊരു എൻട്രി ഗേറ്റ് ആണ്. അപ്പോൾ അതിൽ അശോക സ്തംഭമുണ്ട്. ഇത് അശോക പവീലിയൻ എന്നോട് അറിയപ്പെടും. അപ്പോൾ ഇവിടെ ഒരു ഓർക്കിഡേറിയം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓർക്കിഡേറിയയുടെ കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഓർക്കിഡ് കാണാനായിട്ട്. വ്യത്യസ്തമായ ഓർക്കിഡുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. 50 years ഓഫ് ഹാർമണി, ഇഷ്ടംപോലെ പൂക്കളും ചെടികളും ഉണ്ട് ഇവിടെ. ഇതാണ് ഈ ഓർക്കിഡേറിയത്തിലേക്കുള്ള എൻട്രൻസ്. പിന്നെ നമ്മൾ അപ്പുറത്ത് റിഡ്ജറ്റ് പാർക്ക് വഴി വന്നുകൊണ്ടാണ് നമ്മൾ മേളിൽ നിന്ന് നേരെ ലിഫ്റ്റ് പിടിച്ച് താഴോട്ട് പോകുന്നത്. അതെ, ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. നല്ല തിരക്കാണ്. മൊത്തം ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 350 രൂപ. 350 രൂപയോ? 350 രൂപ. അപ്പോൾ ഈ പാർക്ക്, ഈ ഓർച്ചാഡിയം തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്കിമിന് തുടങ്ങിയിട്ട് 50 വർഷമായിരുന്നു സിക്കിം എന്ന സ്റ്റേറ്റ് രൂപപ്പെട്ടിട്ട്. അപ്പം അതിൻ്റെ സിമ്പലിൽ ഒരു ഹാർമോണിയുടെ സിമ്പിളായിട്ട് തുടങ്ങിയതാണ്. ഇങ്ങോട്ട് നോക്കിയാൽ നല്ല രസമില്ലേ, നല്ല ഒറിജിനാലിറ്റി അല്ലേ. അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അതെ, അതെ, ഇത് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് വെൽക്കം ചെയ്യുന്നതിൻ്റെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ സിക്കിമിലെ ടൂറിസ്റ്റ് ഏരിയകളുടെ എല്ലാം ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓർക്കിഡ്സിൻ്റെ ചെറിയ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൗണ്ടെയിൻസിനെ പറ്റിയും ഹിമാലയാസിനെ പറ്റിയൊക്കെ ചെറിയൊരു വീഡിയോ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ ഫെസ്റ്റിവൽ സ്പിരിറ്റ് ഓഫ് സിക്കിം ഇതുണ്ട്. കുറേ ഫെസ്റ്റിവൽസിൻ്റെയൊക്കെ കുറേ പിക്ചേഴ്സും അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷനുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർക്കിഡ്സിൻ്റെ മോഡലുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് വെറൈറ്റി ഓർക്കിഡുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതെല്ലാം ഓർക്കിഡ്സാണ്. എന്നാ രസമാണ് കാണാനല്ലേ. ഇതൊരു വെറൈറ്റി നോക്കി. ഇതുണ്ടോ, ഇത് ഒറിജിനൽ ഓർക്കിഡാണ്. സെലിബ്രിറ്റി ഓർക്കിഡ്സ് നെയിംഡ് ആഫ്റ്റർ ഐക്കൺസ്. ഇതുണ്ടോ, ഈ ഓർക്കിഡുകൾക്കൊക്കെ ഇതുപോലെ സെലിബ്രിറ്റീസിൻ്റെ പേരിലാണ് ഈ ഓർക്കിഡുകളൊക്കെ അറിയപ്പെടുന്നത്. കൊള്ളാം അല്ലേ. അത് കൊള്ളാം. ഇതുപോലത്തെ കുറേ സ്റ്റാച്ചു ഉണ്ട് ഇതിനകത്ത്. അത് കാണാൻ നല്ല രസമാണ്. ഭയങ്കര ഒറിജിനൽ ആൾക്കാരെ പോലെ ഇല്ലേ കാണാൻ. ഇതെല്ലാം ഓർക്കിഡാ. എന്ത് രസം നോക്കിയേ, ഫുള്ള് ഗ്ലാസ്സും. ഇങ്ങോട്ട് നോക്കിയേ, ഈ തൂക്കിയിട്ടേക്കുന്ന ഓർക്കിഡ് എല്ലാം ഒറിജിനലാണ്. ഞാൻ വിചാരിച്ചത് ആദ്യം പ്ലാസ്റ്റിക് ആയിരിക്കും. നല്ല അതിൻ്റെ തണ്ട് കണ്ടോ, അതൊക്കെ ഒറിജിനലാണ്. എന്നോ ഭംഗി കാണാൻ നോക്കി. എന്നാ രസം ഈ പൂക്കൾ കാണാൻ. എത്ര കളറാന്ന് നോക്കി. ചിലരൊക്കെ ഇത് ഇവിടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടുന്നുണ്ട്.
അപ്പോൾ ഇതിനകത്തേക്ക് ഞാനും മൊത്തം കൂടെ മാത്രമേ വന്നുള്ളൂ, വേറെ ആരും വന്നില്ല. അതെ, അവരവിടെ വിശക്കുന്നതുകൊണ്ട് പിള്ളേർക്ക് കഴിക്കാൻ മേടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഓർക്കിഡേറിയം. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് വ്യത്യസ്തമായ ഓർക്കിഡുകളുണ്ട് ഇവിടെ. ഇഷ്ടംപോലെ വെറൈറ്റികളുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഷീറ്റ് പോലത്തെ ഒരു ഇതായിട്ടില്ല പണ്ടേക്ക് ഗ്ലാസ് ഇട്ടേക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഓർക്കിഡിന് വളരാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതെങ്ങനെ വളരുന്ന അവർ പക്ഷേ ഒറിജിനലുള്ള കാലാവസ്ഥേനേക്കാളും ഇത് വളരാൻ വേണ്ടിയുള്ളൊരു കാലാവസ്ഥ ക്രിയേറ്റ് ചെയ്ത് അതിനാണ് പറയുന്നത്. ഇവിടെ ഓർക്കിഡ്സിനെ പറ്റിയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഏരിയയിൽ ഓർക്കിഡ് മാത്രമല്ല, അല്ലാത്ത ഒരുപാട് ചെടികളുണ്ട്. ഇതുണ്ട് മറ്റേ കടലിലെ നീരാളിയുടെ ഒരു ഇതൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഇവിടെ ഉണ്ടല്ലോ ഈ പൂക്കളുള്ള എന്നുവെച്ചാൽ ഫ്ലവറിങ് പ്ലാന്റ്സിൽ ഏറ്റവും കൂടുതൽ സെക്കൻഡ് ലാർജസ്റ്റ് ഏറ്റവും കൂടുതൽ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉള്ളത് ഓർക്കിഡാണ്. ഈ 28,000 ടൈപ്പ് ഓർക്കിഡുകളുണ്ട്. അതിൽ വളരെ കുറച്ചെണ്ണേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ മേളിലും എന്തോ ഒരു ചെടി തൂക്കിയിട്ടിട്ടുണ്ട്. പായൽ പോലെ ഇരിക്കുന്നല്ലേ? പുല്ലുണങ്ങിപ്പോയതുപോലെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ചെടികളും അല്ലേ? അതെ, ഫുള്ള് ചെടികളാണ്. എന്ത് ഭംഗിയല്ലേ? അതെ, ഇതെല്ലാം ഓർക്കിഡാണ്. ഇതൊക്കെ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ അവിടെയും കാണുന്ന ടൈപ്പാണ്. അത് വീട്ടിലുള്ള കൂട്ട് ടൈപ്പ്. അതെ, ഇത് ഞാൻ അധികം കണ്ടിട്ടില്ല. കണ്ടോ ഈ കളറ്? കാണും, നമ്മൾ ശ്രദ്ധിക്കാത്തായിരിക്കും, അവിടെ കാണും. ഇതുണ്ട്. നമുക്കിപ്പോൾ ഏത് എടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇതിലെ അതെ അതെ, കൈയൊക്കെ പിരിക്കുന്നൊന്നും വീട്ടിൽ കൊണ്ട് വേണ്ട. ഇങ്ങോട്ട് നോക്കി, ഇതുണ്ടോ? ഈ വള്ളിച്ചെടിയിലെ പൂവുണ്ടോ? ഇതുണ്ടോ? ആദ്യമായിട്ട് കാണുക. എന്നാന്ന് അറിയത്തില്ല അല്ലേ? അതെ, ആ വള്ളിച്ചെടിയുടെ ആണെന്ന് തോന്നുന്നില്ല, അതേതോ ഓർക്കിഡാന്ന് തോന്നുന്നു. കണ്ടോ, മേളിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെയൊക്കെ വീട്ടിലും വളരുമായിരുന്നെങ്കിൽ. വീട്ടിൽ വളരും, കുറച്ചൊക്കെ വളരും. നമ്മൾ അതുപോലെ നോക്കണം. ഇതെല്ലാം നോക്കുന്ന പോലെ നോക്കണം. അതെ, ഇതെല്ലാം ഓർക്കിഡ്സാ. ഈ ഓർക്കിഡെല്ലാം ചട്ടിക്കകത്താ വച്ചേക്കുന്നത്. വലിയ പൂവാ. അതുകൊണ്ടോ ഈ മഞ്ഞയൊക്കെ വീട്ടിലുള്ള ഓർക്കിഡാ. ഈ കൂടക്കകത്ത് നല്ല രസമാണ് നിൽക്കുന്നത് കാണാനായിട്ട്. ഇതിനകത്ത് ഒരു കൂടയും കൂടെ ഉണ്ട്. ആ കൂടക്കകത്ത് ഇത് വെച്ചേക്കുന്നത്. അതെ, അവിടെ കുട്ടികൾ വന്ന് ഡാൻസ് കളിക്കുന്നുണ്ടോ? പ്രാക്ടീസ് ആണെന്ന് തോന്നുന്നു. അതെ, ഇന്ത്യയുടെ വടക്കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു സംസ്ഥാനമാണ് സിക്കിം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ സംസ്ഥാനവും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനവും സിക്കിമാണ്. സിക്കിമിൻ്റെ തലസ്ഥാനവും അതുപോലെ തന്നെ സിക്കിമിലെ ഏറ്റവും വലിയ ടൗണും ഗാംഗ്ടോക്കാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയായ കാഞ്ചൻജംഗ സിക്കിമിലാണ്. കാഞ്ചൻജംഗയെ ഇവിടെയുള്ളവർ അവരുടെ കാവൽ ദൈവമായിട്ടാണ് കാണുന്നത്. ഇവിടുത്തെ പ്രധാന ഭാഷ നേപ്പാളിയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് അറിയാം. പിന്നെ കുറേ ലോക്കൽ ഭാഷകളും ഉണ്ട്. സിക്കിമിൽ ഏറ്റവും കൂടുതലുള്ള ഹിന്ദുമത വിശ്വാസികളാണ്. അത് കഴിഞ്ഞാൽ ബുദ്ധമത വിശ്വാസികളും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടംപോലെ മൊണാസ്ട്രികളൊക്കെ ഉണ്ട്, ക്ഷേത്രങ്ങളും ഉണ്ട്. പിന്നെ 10% ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് നേപ്പാളീസാണ്. അപ്പം സിക്കിമിൻ്റെ മെയിൻ ഭംഗിയാണെങ്കിൽ നമ്മൾ ഗാംഗ്ടോക്കിൽ തന്നെ നിന്നിട്ട് കാര്യമില്ല. ഗാംഗ്ടോക്കിൽ ഇപ്പോൾ കാണാനുള്ളതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒന്നുപോലെ ഈ ഓർച്ചാഡി ഉണ്ട്, അതുപോലെ തന്നെ പാർക്കുണ്ട്. പിന്നെ രാവിലെ വന്നപോലെ ഫോൾസ് രണ്ടെണ്ണമുണ്ട്. ബെഞ്ചാഗ്രി ഫോൾസ് ഉണ്ട്, പിന്നെ ലാസ ഫോൾസ് ഉണ്ട്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് നമ്മൾ വരുമ്പോൾ കണ്ട് ഗണേഷ് ടോപ്പ് ഉണ്ട്, ഹനുമാൻ ടോപ്പ് ഉണ്ട്. അവിടെയൊക്കെ അമ്പലങ്ങളാണുള്ളത്. പിന്നെ മൊണാസ്ട്രി ഉണ്ട്. വാട്ടർഫോൾസ് ഒന്നും വലിയ വാട്ടർഫോൾസ് ഒന്നുമില്ല, ചെറിയ 1-2 വാട്ടർഫോൾസ് ഒക്കെ ഉള്ളൂ. പിന്നെ വരുന്ന ഗണേഷ് ടോക്ക് ഉണ്ട്, ഹനുമാൻ ടോക്ക് ഉണ്ട്. അത് 2 മന്ദിരം. അതിൻ്റെ മുകളിൽ നിന്നാലും കാഞ്ചൻജംഗ നല്ലപോലെ കാണാം. പിന്നെ ടാഷി വ്യൂ പോയിന്റ്. ആ വ്യൂ പോയിന്റ് എന്നാലും നമ്മൾ കാഞ്ചൻജംഗ തന്നെ കാണുന്നത്. പിന്നെ ഇത് റോപ്പേ ഉണ്ട്. റോപ്പേ കയറുവാണെങ്കിൽ നമ്മളിങ്ങനെ മുകളിൽ കൂടെ പോണേ ഗാംഗ്ടോക്ക് സിറ്റി ഫുള്ള് കാണാം നമുക്ക്. പിന്നെ മൊണാസ്ട്രി ഉണ്ട്. അതെ, മൊണാസ്ട്രി ഉണ്ട്. 200 വർഷം പഴക്കമുള്ള ഒരു മൊണാസ്ട്രി ഉണ്ട്. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? പിന്നെ ഇപ്പൊ നമ്മൾ വന്ന പാർക്കുണ്ട്. പിന്നെ ഇനിയിപ്പോ ഗാംഗ്ടോക്കിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മാൾ റോഡ് പോലെ MG മാൾ റോഡ് ഉണ്ട്. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഗാംഗ്ടോക്കിന്റെ മെയിൻ ഭംഗി. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ബെഞ്ചാഗ്രി പോലെ തന്നെ വേറൊരു വെള്ളച്ചാട്ടമുണ്ട്. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ വലിയ മലകളൊക്കെ കാണണമെങ്കിൽ നമ്മൾ കുറച്ച് ദൂരത്തോട്ട് പോകേണ്ടി വരും. ഇനി നമുക്ക് ഇവിടുന്ന് MG മാർഗിലേക്ക് പോകാം. അവിടെ ഷോപ്പിങ്ങിനുള്ള ഏരിയ ആയത്. അതെ, ഗാംഗ്ടോക്ക് സിറ്റിയിലേക്ക് കയറാം. അതെ, 2 പേര് ഗ്യാസ് എടുക്കാൻ പോയതായിരുന്നു. ഗ്യാസ് കിട്ടില്ലല്ലേ? ഗ്യാസ് കിട്ടി. എത്ര രൂപ? 960 രൂപ. 5 കിലോയുടെ. പിന്നെ അവനാ ഈ വാണിജ്യ ഇതിനുള്ള സിലിണ്ടറിന്റെ വില കൂടി. വാണിജ്യ സിലിണ്ടർ ഉണ്ട് ഇതിപ്പോഴുമല്ലോ. എന്നാലും നേരത്തെ വില കുറവായിരുന്നു. കുറവായിരുന്നു. ഈയിടെ ഏറ്റവും കൂടിയത് അതിനാ. അല്ല, എന്നാലും ഒരെണ്ണം കിട്ടിയില്ല. ഒന്നല്ല, 2 കിട്ടി. 2 കിട്ടി. പിന്നെ കുഴപ്പമില്ല.
കടയിൽ നിന്ന് 2 പ്രാവശ്യം കഴിക്കുന്ന പൈസയേ ആകത്തുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ പൈസ തന്നെയല്ലല്ലോ, ആ വയറും പോവും. അതുകൊണ്ട് ഇതിന് ഇഷ്ടപ്പെട്ട ഇത് കഴിക്കാമല്ലോ. ഭക്ഷണം കഴിക്കാമല്ലോ. എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരുമോ? എപ്പോ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. മഴ മാറണം, പക്ഷെ എന്താ അതിന് മഴ പറഞ്ഞാൽ അതെ. വെളിയിലിട്ടാ ഉണ്ടാക്കാൻ പറ്റും. ബിരിയാണിയോ അകത്ത് വെച്ചുണ്ടാക്കാൻ പറ്റില്ല? അത് ചട്ടിക്കകത്ത് വെച്ചല്ലേ ഉണ്ടാക്കുന്നത്. ഇല്ല, ചട്ടിക്കകത്തൊന്നുമല്ല. അതിനൊക്കെ ഞങ്ങൾ വെളിയിലിട്ടേ ഉണ്ടാക്കാറുള്ളൂ. ഉള്ളൂ. കോക്കികൾ അങ്ങനെയാ. കുഞ്ഞിക്കിളി ഉണ്ടാക്കി തരാൻ. കോക്കി കോക്കി കുക്കിന് മലയാളത്തിൽ പറയുന്നവരാ കോക്കി. അപ്പോൾ ഇത് ഇവിടുത്തെ ആർട്ട് ഫോമാണ് ചം ഡാൻസ്. അപ്പോൾ ഈ ചം ഡാൻസിൽ ഇവർ മുഖമൂടികളൊക്കെ വെയർ ചെയ്തിട്ടാണ് ഇവർ ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മുഖമൂടികൾ ദൈവങ്ങളുടെയും രാക്ഷസന്മാരുടെ അതുപോലെ മൃഗങ്ങളുടെ ആനിമൽസിൻ്റെയൊക്കെ മുഖമൂടികൾ വെച്ച് ഡാൻസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡീമൻസിനെ അല്ലെങ്കിൽ മോൺസ്റ്റേഴ്സിനെ തുരത്തി ദൈവം നല്ലൊരു ഈവിൽ സ്പിരിറ്റിനെ കളഞ്ഞ് നല്ല ഗുഡ് സ്പിരിറ്റ് വരുന്നു എന്നുള്ളൊരു ഇതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇതെല്ലാം ആ ഡാൻസിൻ്റെ രൂപങ്ങളാണ്. ഇതിൽ നമ്മൾ ചീത്ത സ്പിരിറ്റിനെ കളഞ്ഞ് നല്ല ഗുഡ് സ്പിരിറ്റ് ദൈവം രാക്ഷസന്മാരെ കൊല്ലുന്നു എന്നുള്ളൊരു സിമ്പൽ. ഇത് പണ്ടത്തെ രാജാവിൻ്റെ, സിക്കിം രാജാവിൻ്റെ പാലസ് ആയിരുന്നു, കൊട്ടാരം. ഇതിവിടുത്തെ ഒരു മ്യൂസിയമാണ്. ഇതിവിടുത്തെ പോലീസ് സ്റ്റേഷനാണ്, സദർ പോലീസ് സ്റ്റേഷൻ, ഗാങ്ടോക്ക്. ജില്ലാ ആസ്ഥാനം കൂടിയാണ് ഗാങ്ടോക്ക്. ഇത്രയും വണ്ടികൾ ഇവിടെ ഈ ട്രാഫിക്കിലൂടെ പോകുന്നുണ്ടായാലും എല്ലാവരും വളരെ സ്ലോവിലാണ് പോകുന്നത്. ഒരു ഓൺ പോലും അടിക്കുന്നത് കേൾക്കാനില്ല, ആരും ഓൺ അടിയില്ല. ഇതിവിടുത്തെ ഒരു കോൺവെൻറ്റും സ്കൂളും കൂടെ. സെൻറ് തോമസ് കാത്തലിക് ചർച്ച്. സിക്കിം ഫയർ ആൻഡ് എമർജൻസി സർവീസ് ഹെഡ് ക്വാർട്ടേഴ്സ്, STNM ഹോസ്പിറ്റൽ ഗാങ്ടോക്ക്. ഇതിവിടുത്തെ സർക്കാർ ആശുപത്രിയാണ്, അർബൻ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഓർക്കിഡേറിയം ഈ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായിട്ട് സിക്കിമിന് സമ്മാനിച്ചതാണ്. അപ്പം 1975 സിക്കിം ഇന്ത്യയുടെ ഭാഗമാകുന്നത്. അപ്പം 1975 മുന്നേ സിക്കിം നംഗ്യാൽ ഡൈനസ്റ്റിയുടെ അണ്ടറിലായിരുന്നു. ഇവിടെ സെപ്പറേറ്റ് ഇന്ത്യ ആയിരുന്നു എക്സ്റ്റേണൽ കാര്യങ്ങൾ, ഇപ്പോൾ ഡിഫൻസും കമ്മ്യൂണിക്കേഷനൊക്കെ ഇന്ത്യ ആയിരുന്നു ഡീൽ ചെയ്തിരുന്നത്. പക്ഷേ ഈ സിക്കിമിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ രാജാവായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സിക്കിം ഹെഡ് ഓഫീസ്. ഇതിവിടുത്തെ ഒരു അമ്പല, ശ്രീ തക്കുർബാരി ടെമ്പിൾ. ഇവിടുത്തെ ടൗണുകളെല്ലാം നല്ല നീറ്റാണ്, എല്ലായിടത്തും ഫുട്പാത്തും ഉണ്ട്. പിന്നെ വണ്ടികളെല്ലാം അതുപോലെ നിയമം പാലിച്ചാണ് എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കായിട്ട് ഓവർ ബ്രിഡ്ജുകളും ഉണ്ട്. അതുപോലെ ഈ ബ്രിഡ്ജിൻ്റെ എല്ലാ സൈഡിൽ കൂടെ ഇഷ്ടംപോലെ ചെടികളും ഉണ്ട്. ഇവിടുത്തെ ട്രാഫിക് ഐലൻഡ് ഒക്കെ ഉണ്ടോ, നല്ല കളർഫുള്ളാണ്, നല്ല അടിപൊളിയാണ്. പിന്നെ ഇവിടെ സിഗ്നൽ ഇല്ല, എല്ലായിടത്തും പോലീസുകാർ നിൽക്കുക. ഐസ്ക്രീം ബൈ സിക്കിം മിൽക്ക്, സിക്കിമിലെ പാലും കൊണ്ടുള്ള ഐസ്ക്രീമാണ്. സിക്കിം കോർപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിൻ്റെ വകയുള്ള ഷോപ്പാണ് ഇത്. 1980 കടയാണ്, 80 തൊട്ടുള്ള. 2 ഐസ്ക്രീം മേടിച്ചു, കുൽഫി മേടിച്ചു. കുഞ്ഞുകിളിക്ക് ഗോൾഡ് കോഫി മതി എന്ന് പറഞ്ഞു, അതുകൊണ്ട് അതൊരെണ്ണം പറഞ്ഞു. നല്ല അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് MG റോഡാണ്. അപ്പം ഇവിടെ വരെ വണ്ടികളൊക്കെ കടത്തി എടുത്തുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നടന്ന് പോയാൽ സിക്കിം പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ നമ്മളങ്ങനെ നോക്കിയിരുന്ന സ്ഥലത്തെത്തി. MG റോഡ് അഥവാ മഹാത്മാഗാന്ധി മാർക്ക്. ഇവിടെ മഹാത്മാഗാന്ധിയുടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. എനിക്ക് ഇങ്ങോട്ട് കയറിയപ്പോൾ ഒരു ഇന്റർനാഷണൽ ഫീല്. ഇവിടെ ഉണ്ടല്ലോ, ഇതാണ് ഗാങ്ടോക്കിൻ്റെ ഹേർട്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ഷോപ്പിംഗ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഷോപ്പിംഗ് ഉണ്ട്, ഫുഡുണ്ട്, ട്രഡീഷണൽ ആയിട്ടുള്ള ഇവരുടെ ആർട്ട് ഫോമുകളുടെ അതുപോലെ കുറേ കാര്യങ്ങൾ, ആർട്ട് വർക്കുകൾ, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പം ഇനി നമുക്ക് MG മാർക്കറ്റിലൂടെ ഇങ്ങനെ നടക്കാം, എക്സ്പ്ലോർ ചെയ്യാം. അതെ. ഇവിടെ എല്ലായിടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ ഇതുണ്ട്, ഇഷ്ടംപോലെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ പൂക്കളുണ്ട്. പിന്നെ ഇതുപോലെ ചാര് ബെഞ്ചുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ചുമ്മാ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാം. ഇവിടെ 2 സൈഡിലും ബിൽഡിങ്ങുകളെല്ലാം ഗ്രീൻ കളർ അടിച്ചേക്കുന്നത്. ഗ്രീൻ സ്റ്റേറ്റ് എന്നല്ലേ സിക്കിം അറിയപ്പെടുന്നത്. അതെ. അപ്പോൾ ആ ഗ്രീൻ സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബിൽഡിങ്ങുകളെല്ലാം ഇതുപോലെ ഗ്രീൻ കളർ അടിച്ചേക്കുന്നത്. അതെ, ഞാനൊരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്തത്. സ്റ്റേ ചെയ്തോ? നമുക്ക് കുറച്ച് പേര് നേരത്തെ വണ്ടിയിലോട്ട് പോയിട്ടുണ്ട്. അതെ, കുറച്ച് പേര് വണ്ടിയിൽ പോയി ഫുഡ് ഉണ്ടാക്കി കഴിച്ചോളാന്ന് പറഞ്ഞു. അതെ, അത് കറി ഇരിപ്പുണ്ടല്ലോ, അവര് ചോറ് വെച്ചോളാന്ന് പറഞ്ഞു. പിന്നെ ബ്രെഡൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് കൊച്ചായും താമയും അച്ഛമ്മയും ഉണ്ണിച്ചേട്ടനും പോയി. അതെ. അപ്പോൾ ഇവിടുത്തെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റാണ്, ചൈനീസ് ജാപ്പനീസ് റെസ്റ്റോറൻ്റ്. അത് നല്ല രസമുണ്ടല്ലേ, അതിൻ്റെ ഫ്രണ്ട് ഡ്രാഗൻ്റെ ഒക്കെ ഷേപ്പ്. അതെ അതെ. പിന്നെ ഇവിടെ എല്ലാ ടൈപ്പ് കടകളും ഉണ്ട്. തായ് സ്പാ ഉണ്ട്, പിന്നെ മിക്ക റെസ്റ്റോറൻറ്റുകളും റെസ്റ്റോ ബാറുകളാണ്. പിന്നെ കുറേ മോമോസ് ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പം ഞങ്ങൾ എന്നാൽ ചൈനീസ് ഫുഡ് ട്രൈ ചെയ്യാൻ പോകണം, ചൈനീസ് ജാപ്പനീസ്. ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ ഓൾറെഡി പോയി. അപ്പം ഞങ്ങൾ ആദ്യം പോയി ട്രൈ ചെയ്യാമെന്ന് വെച്ചു. നിങ്ങൾ എന്നാ ജപ്പാനീസ് ഫുഡാണോ ചൈനീസ് ഫുഡാണോ ഓർഡർ ചെയ്തത്? ഞങ്ങൾ ജാപ്പനീസ് ഐറ്റംസ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഐറ്റം വന്ന്
ഇത് ടൂണ ഫിഷ് ആണല്ലേ. പിന്നെ ഇത് സ്റ്റിക്കി റൈസ്, മറ്റേ ഒട്ടുന്ന കാര്യമില്ല, അത് സ്റ്റിക്കി റൈസും കുറച്ച് വെജിറ്റബിൾസും. പിന്നെ ഇത് റൈസ് പേപ്പറാണ്, അതാണ് കറുത്തളർ. നിങ്ങളുടെ ജാപ്പനീസ് ഫുഡ് എങ്ങനെ ഉണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. കുഞ്ഞിക്കിളിക്ക് ചോപ്പ് സ്റ്റിക്സ് ട്രൈ ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്നാ വെച്ചു, എനിക്ക് ചോപ്പ് സ്റ്റിക്സ് ഒന്നും വേണമെന്നില്ല. അത് നമ്മൾ എടുക്കുക, കുറച്ച് ഇത് സോയ സോസാണ്, സോയ സോസിൽ ഡിപ്പ് ചെയ്യുക. ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ഇഞ്ചിയാണ്. ഇഞ്ചിയാണോ അതോ ഞാൻ അറിയാണ്ട് പോവാന്ന്? അല്ലല്ല, അത് ഇഞ്ചിയാണ് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന പിങ്ക് കളറിൽ. പിന്നെ ഇത് ഇത്തിരി എരിവുള്ളൊരു ചട്നി പോലെ. അപ്പോൾ ഈ സാധനം കഴിക്കാനാണ് ഞാൻ വന്നത്. ഇതാണ് ബെൻഡോ ബോക്സ്. ബെൻഡോ ബോക്സ് ഇത് മിസോ സൂപ്പാണ്. ഇതിൽ പ്രോൺസ് ഉണ്ട്, സ്റ്റിക്കി റൈസ് ഉണ്ട്, ഇത് ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ കറി അല്ല, ചിക്കൻ മറ്റേ ചില്ലി ചിക്കനൊക്കെ പോലെ തന്നെ സോസ് വെച്ചിട്ട്. പിന്നെ ഇത് ഫ്രൈഡ് ചിക്കൻ, പിന്നെ സാലഡുകളുണ്ട്. ഇതാണ് മിസോ റാമൻ. ഇപ്പം റാമൻ്റെ ഇതിൻ്റെ അകത്ത് ചിക്കൻ്റെ പറഞ്ഞേക്കുന്നത്, മുട്ടയുണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ ചിക്കൻ്റെ ബ്രോത്ത്, അതാണ് റാമൻ്റെ സൂപ്പ് വരുന്നത്. ഇതിപ്പോൾ ഞങ്ങളിവിടെ നോക്കിയിരിക്കണമല്ലോ, കുറച്ച് വെച്ച് നോക്കിയോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതേ ഫുള്ള് മഞ്ഞിറങ്ങി. മഹാത്മാഗാന്ധി ഫാദർ ഓഫ് നേഷൻ 1869 to 1948. ഇതൊക്കെ ചെറിയ ചെറിയ ടീ ഷോപ്പുകളാണ്. ഇവിടെ ഇഷ്ടംപോലെ ടീ ഷോപ്പുകളുണ്ട്. സിക്കിം ഡാർജിലിംഗ് ടീ, കുറേ കടകളുണ്ട്. ഇതൊക്കെ സിൽവർ ജൂബിലിയുടെ ഭാഗമായിട്ട് പണിതാണ്. ടൗണിൽ എല്ലായിടത്തും ഇതുപോലെ ദേശീയ പതാകയും അതുപോലെ 50 years ഓഫ് സ്റ്റേറ്റ്ഹുഡ് എന്ന് ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ടൗണിലെല്ലാം ഇതുപോലെ ഇഷ്ടംപോലെ പതാകകളും അതുപോലെ തന്നെ 50 years ഓഫ് സ്റ്റേറ്റ്ഹുഡ് എന്ന ബാനറും ഉണ്ട്. MG റോഡ് ഇതുപോലെ തന്നെ ഫുൾ അങ്ങ് കടകളാണ്, ഫുള്ള് ഷോപ്പിംഗ് ഏരിയ. ഇവിടെ ഇഷ്ടം പോലെ ചൈനീസ്, ജാപ്പനീസ്, കൊറിയൻ, പിന്നെ പഞ്ചാബി എല്ലാ സ്റ്റൈല് ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് കിട്ടും. അതുപോലെ ഷോപ്പിംഗ് ഉണ്ട്, ടാറ്റു ഉണ്ട്, റെസ്റ്റോ ബാർ ഉണ്ട്, റൂഫ് ടോപ്പ് ബാർ ഉണ്ട്, അങ്ങനെ കുറേ കടകളുണ്ട്. പിന്നെ ഇതാണ് ഗാങ്ടോക്കിൻ്റെ മെയിൻ സെൻറ്റർ. അതുപോലെ തന്നെ ഗാങ്ടോക്കിലെ ഏറ്റവും ബിസി ഏരിയയും കൂടെ ആയിരിക്കും. ബുദ്ധിസ്റ്റ് മന്ത്രയാണ് ഈ എഴുതിയേക്കുന്നത്. ഇതുപോലെ അങ്ങോട്ടും ഇതുപോലെ കടകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് പതുക്കെ അങ്ങ് പോയാലോ? നല്ല തിരക്കുണ്ടല്ലേ ഇവിടെ എല്ലാം. ഗാങ്ടോക്ക്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ചായക്കടകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ചായ ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. സാധാരണ നമ്മൾ കുടിക്കുന്ന പോലത്തെ പാൽ ചായ അല്ല, വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീ ആണ്. അപ്പം ഇവിടെ ഡാർജിലിംഗ് ടീ ആണ് ഇവിടെ ഉള്ളത്. അപ്പം ഡാർജിലിംഗ് ടീ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തം ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ 1% മാത്രമേ ഡാർജിലിംഗ് ടീ ഉള്ളൂ. അപ്പം അത് അതിനൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 4 ടൈപ്പ് ഓഫ് ടീ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിലൊന്നും പാലും പഞ്ചസാരയുടെ ആവശ്യമില്ല. ചൂടുവെള്ളത്തിലും നേരെ ടീ കലക്ക കുടിക്കാം. ഇലച്ചായ അല്ല, 5 വെറൈറ്റി ഉണ്ട്. ഇതെല്ലാം ഓർഗാനിക്കാണ്, നമുക്ക് നോക്കാൻ. ഇത് വൈറ്റ് ടീയുടെ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടോ? വൈറ്റ് ടീ. White tea is when the tea is plucked, they pluck 2 leaves and 1 bud. So white tea is made of only the bud. Bud. Yeah, because when they pick the 2 leaves and 1 bud, pluck. Okay. Okay. White tea is made of only the bud, not the leaves. Oh. The black tea is made of leaves and the buds. ഓക്കെ. ഇതിൽ നമ്മൾ വൈറ്റ് ടീയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇല കിളിക്കുമ്പോൾ ഇലയല്ല, ഇതിൻ്റെ ആ ബഡ് പോലെ എടുക്കുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ വൈറ്റ് ടീക്ക്. ബ്ലാക്ക് ടീയുടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇലയുണ്ട് ബഡും ഉണ്ട്. ഇത് വൈറ്റ് ടീ, ഇത് ഫസ്റ്റ് ഫ്ലഷ് ബ്ലാക്ക് ടീ, ഇത് സെക്കൻഡ് ഫ്ലഷ് ബ്ലാക്ക് ടീ, ഇത് ഗ്രീൻ ടീ. This is called the infusion of the tea. Infusion of the tea. ടീയുടെ ഇൻഫ്യൂഷൻ തന്നെ. Grassy in character. And at the last is the masala tea. So this tea you can even drink with the milk. ഇത് നമുക്ക് പാല് ചേർത്തും കുടിക്കാം. But if you want to drink without milk, this is the process of brewing. But with the milk, you'll have to boil the tea leaves and the milk and the water together. ഓക്കെ. ഇത് നമ്മളുണ്ടല്ലോ, ഇത് ചായ തിളപ്പിക്കുന്ന പോലെ ഇതൊന്നും തിളപ്പിച്ചല്ല. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ വാങ്ങി വെച്ചിട്ട് അതിലോട്ട് ഇല ഇട്ടാൽ മതി. ഇല ഇട്ടിട്ട് അതൊരു 5 മിനിറ്റ് വെക്കുമ്പം റെഡിയാവും. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും വെള്ളമോ ഇലയും കൂടെ ഒന്നിച്ചിട്ട് തിളപ്പിക്കാൻ പാടില്ല. അപ്പം വൈറ്റ് ടീയും ഫസ്റ്റ് ഫ്ലഷും ഇത് രണ്ടും സ്പ്രിങ് സീസണിലുള്ളതാണ്. പിന്നെ സെക്കൻഡ് ഫ്ലഷും ഗ്രീൻ ടീയും മസാല ടീയും ഇത് 3ഉം സമ്മർ സീസണിലുള്ളതാണ്. അപ്പോൾ ഇതിന് ഓരോ സീസൺ അനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റിനും വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വൈറ്റ് ടീ ടേസ്റ്റ് ചെയ്ത് നോക്കാം.
അല്ല ഇഷ്ടപ്പെട്ട കുടിച്ചോ? ഞാൻ കുടിച്ചു, നേരത്തെ കുടിച്ച. അപ്പം നമ്മൾ എങ്ങനെയാണ് ചായ എങ്ങനെ ടേസ്റ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരും. നമ്മൾ സാധാ കുടിക്കുന്നതിൽ ഇങ്ങനെയല്ല കുടിക്കുന്നത്. ചായ ടേസ്റ്റ് ചെയ്യാൻ വേറെ രീതി ഉണ്ടെന്നാണ്. നമ്മൾ വൈനൊക്കെ ടേസ്റ്റ് ചെയ്യുന്ന വേറെ രീതിക്കല്ലേ, അതുപോലെയാണ് ചായ ടേസ്റ്റ് ചെയ്യാൻ ഒരു രീതി ഉണ്ടെന്നാണ്. So Devika, I'm showing you here the tasting process of the tea. This is the thumb rule of tasting. You'll have to slurp it, and by slurping I get in my palate the oxygen will carry more flavor and character of the tea, and that will even I can sense it by my nose. I'll show you. This is very the sound will very big like this. Now it's more clear. The tea is more sweet. It has got some hint of the dry fruits like raisins. I can feel the mild flavor of honey on this. No sugar, no milk, only the character of tea. And when you drink this tea while you're traveling, and when you drink a cup of tea, that will make you fresh, that will make you energized, that will give you a power to become more active, and most importantly your body will become fresh. This is the power on the Darjeeling tea. And this Darjeeling tea is procured and then packaged by Mayuk Tea, our company name. Thank you. നമ്മൾ ചായ കുടിക്കുമ്പം ആദ്യം നമ്മുടെ ഇവിടുത്തെ ടേസ്റ്റ് അറിയണം. നമുക്ക് ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ പറ്റണം, മൂക്കിൽ ടേസ്റ്റ് ചെയ്യാൻ പറ്റണം, നമ്മൾ നല്ല ഫീൽ ചെയ്യണം. അപ്പം നമ്മൾ സാധാരണ മധുരം ഇപ്പം നമുക്ക് ഫ്രഷ്നെസ് ആണെങ്കിൽ ഒരു ടീ കുടിച്ചിട്ട് നമുക്ക് ഫ്രഷ് ആണെങ്കിൽ നമ്മളിങ്ങനെ പാലും പഞ്ചസാര ഇട്ടൊന്നുമല്ല, അല്ലാണ്ട് അതിൻ്റെ അതേ ഫ്ലേവറിൽ കഴിക്കുമ്പോഴാണ് നമ്മൾ ഫ്രഷ് ആവുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വെറൈറ്റി ടീ ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. എക്സ്ട്രാ ആയിട്ട് കുറച്ച് എൻ്റെ ചെമ്പരത്തിയുടെയും പിന്നെ റോസപ്പൂവിൻ്റെയും ഒക്കെ ടീ ഉണ്ടായിരുന്നു, അതും മേടിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ വലിയ ലോറിയിൽ ഞങ്ങൾ ഫാഷനബിൾ ആയിട്ടായിരിക്കും ടീ ഒക്കെ കഴിക്കാൻ പോകുന്നത്. വേറെ കപ്പ് മേടിച്ചിട്ടുണ്ട്. ഡാർജിലിംഗിൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ഉണ്ടായിരുന്നു, ലിബിൻ. അപ്പോൾ ലിബിൻ വർക്ക് ചെയ്യുന്ന ഈ കമ്പനിയിലാണ്, മയോക് ടീയിലാണ്. അപ്പോൾ ലിബിനാണ് നമ്മളോട് പറഞ്ഞത് നല്ല ഓർഗാനിക് ടീ ആണ്, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ കയറി ചായപ്പൊടിയൊക്കെ മേടിച്ചത്. ലിബിൻ കാര്യം ഡാർജിലിംഗിൽ വെച്ച് നമ്മളെ വിളിച്ചായിരുന്നു, പക്ഷേ നമ്മൾ അന്നേരം അവിടെ നിന്ന് പോകുന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഔട്ട്ലെറ്റ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഇവിടെ നമ്മൾ കയറിയത്. അപ്പോൾ നമ്മുടെ MG റോഡിലെ കറക്കമെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് പോയേക്കാം. അതെ, വീട്ടിലോട്ട് പോയേക്കാം. ഇനിയിപ്പോൾ ഇവിടെ നേരം ടാക്സി പിടിക്കണം. ഇവിടെ നമുക്ക് ക്യാബ് ബുക്ക് ചെയ്യുന്ന ഒരാപ്പിലൂടെയും ക്യാബ് ബുക്ക് ചെയ്യാൻ പറ്റില്ല. യൂബറും ഇല്ല, ഓലയിലോ ഒന്നുമില്ല. ഇവിടെ നമ്മളെല്ലാം ടാക്സിക്കാരെ കൊണ്ട് തന്നെ വേണം റിലേ ചെയ്യാൻ. അത് തന്നെയല്ല, ചാർജും ഭയങ്കര കൂടുതലാണ്. ഹൈക്കോടതിയാണ്, സിക്കിം ഹൈക്കോടതിയാണ്. വൈകുന്നേരം ആയപ്പോഴത്തേനും നല്ല ബ്ലോക്കാണ്. ഉണ്ണിച്ചേട്ടൻ ആദ്യമേ ചോറുണ്ട്, ഉണ്ണിച്ചേട്ടനും അച്ഛമ്മയും ചോറുണ്ട്, രാജേഷ് ചോറുണ്ടോണ്ടിരിക്കുന്നു. അപ്പം നമുക്കും ഇനി ചോറുണ്ടാകുന്ന ഇനി പിള്ളേർക്ക് 2 പേർക്കും വേണം, നമുക്ക് കഴിച്ചാൽ മതി ഇനി. അപ്പോൾ നാളെ രാവിലെ നമുക്ക് എണീറ്റ് നാഥുലാ പാസ് കാണാൻ പോകണം. അപ്പോൾ സിക്കിമിലെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.